عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم رب زدنا علما وحلما وفهما وعقلا وأدبا وإيمانا كاملا رب تمم بالخير والسعادة. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റബീഉ ടോക്കിലെ മൂന്നാമത്തെ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട അറിയേണ്ട ഒരു വിഷയം തന്നെയാണ് പ്രതിപാദിക്കുന്നത്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അക്രിമു ഔലാദക്കും വ അഹ്സിനു അദബഹും. ഈ ഒരു വിഷയം നമ്മൾ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ ദിവസം പറഞ്ഞ കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെയുള്ളതാണ്. ലാ യർഹം ലാ യുർഹം. ആരാണ് കരുണ കാണിക്കാത്തവന് അവന് കരുണയില്ല ഉണ്ടാവുകയില്ല. ആ ഹദീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അതിൽ രണ്ടാമതായിട്ട് പറഞ്ഞു, മക്കളെ നല്ല ശീലങ്ങളൊക്കെ പഠിപ്പിക്കണം, അവർക്ക് കരുണ ഉണ്ടാവണം. കരുണ ഉണ്ടാവുമ്പോൾ നമ്മളെ ശീലങ്ങളൊക്കെ പഠിപ്പിക്കാൻ കഴിയും. കരുണയിലൂടെ അവരെ ശീലങ്ങൾ പഠിപ്പിച്ച് അവർക്കൊരു മാതൃകായോഗ്യമായ ഒരു മാതാവ് പിതാവ് ആകാൻ നമുക്ക് സാധ്യമാണ്. അപ്പോൾ അവിടെ അതിനോട് കൂട്ടിവയ്ക്കാവുന്ന ഒരു കാര്യമാണ് മക്കളെ ബഹുമാനിക്കുക, മക്കളെ ആദരിക്കുക, അവരുടെ ശീലങ്ങളെ നല്ല രീതിയിൽ വളർത്തുക, അദബ് പഠിപ്പിക്കുക. അദബ് എന്ന് പറഞ്ഞാൽ കുറേ തല്ലലുകൾ മാത്രമല്ല, കുറേ പറച്ചിലുകൾ മാത്രമല്ല, അവർക്ക് ശീലങ്ങൾ വളർത്തണം എന്നാണ്. എങ്ങനെയാണ് ശീലങ്ങൾ വളർത്തേണ്ടത്? ശീലങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരിലൂടെ വരുന്നതാണ്. എങ്ങനെ? ഒന്ന്, നമ്മളെ കണ്ടിട്ടാണ്. നമ്മൾ എത്രത്തോളം നല്ല രൂപത്തിൽ ചെയ്യുന്നുണ്ടോ അതുപോലെയായിരിക്കും മക്കളുണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം കറക്റ്റ് ആവുക എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. അതെങ്ങനെയാണ്? അത് വളരെ എളുപ്പമാണ്. നമ്മൾ കറക്റ്റ് ആവുക എന്നുള്ളത്, നമ്മൾ ആദ്യം നിസ്കാരമാണെങ്കിൽ നമ്മൾ നിസ്കരിക്കുക. നമ്മൾ നിസ്കരിച്ചിട്ട് മക്കളോട് പറയാം, നിസ്കരിക്കുക കേട്ടോ മോനെ, അല്ലെങ്കിൽ നമുക്കൊന്നിച്ച് നിസ്കരിക്കാട്ടോ. പിന്നെ അല്ലെങ്കിൽ നിസ്കരിക്കാൻ നമുക്ക് അവനോട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി. നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് നിസ്കരിക്കും. നമ്മൾ ഖുർആൻ ഓതുന്നുണ്ടോ? എന്നാൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് ഖുർആൻ ഓതും. നമുക്കറിയാലോ, നമ്മൾ മൊബൈലിൽ കളിച്ചിരിക്കുമ്പോൾ ചെറിയ കുട്ടികൾ വന്നിട്ട് മൊബൈലിൽ കളിക്കുന്നു. എന്താ? നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അവർ ചെയ്യണം എന്നുള്ളത് മാത്രമേ അവിടെ ഉള്ളൂ. ഖുർആൻ ഇപ്പോൾ ഓതുന്ന ആളാണെങ്കിലോ, നമ്മളെ ഉമ്മാമാരെ കാണാം. ഉമ്മാമാർ ഖുർആൻ ഓതുമ്പോൾ കുട്ടികൾ അവിടെ പോയിട്ട് ഖുർആന് പിടിക്കാനും എടുക്കാനൊക്കെ നോക്കും. അതെന്താ? നമ്മൾ ചെയ്യുന്നത് എന്താണ്? അത് ചെയ്യാനുള്ള ഒരു ത്വരയാണ് അത്. അപ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടത് മാതൃകയാണ്, അതുപോലെ നല്ല ശീലങ്ങളുമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ മക്കളെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ മക്കളെ ചീത്ത പറയാതിരിക്കുക, മക്കളോട് മോശമായ രൂപത്തിൽ പെരുമാറാതിരിക്കുക, അവരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ പേര് വിളിക്കുക, അവരെ പരിഗണിക്കുക. അതൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറയേണ്ടത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് നന്നാവുന്നത് നമുക്ക് കാണാൻ സാധ്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.